നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും ഇ സമൻസ് നൽകും. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ഇത്തവണ ഇത് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഒരു ഭാഗമായാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ ക്രിസ്ത്യന, ഈ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ അവ ക്രയവിക്രയം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇവയിൽ ചില വ്യക്തത രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വേണം എന്നാണ് ഇഡിയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യും എന്ന് ഇപ്പോൾ ഇഡി അനൌദ്യോഗികമായിട്ട് വ്യക്തമാക്കുന്നത്. സോണിയാഗാന്ധിക്ക് നോട്ടീസ് നൽകിയേക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം. രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിലെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ടുള്ള പങ്കുണ്ട് എന്ന വിധത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ നിലപാട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി സമൻസ് നൽകുന്നത്. നേരത്തെ ഉള്ള ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സമൻസ് നൽകുന്നതിന് മുൻപെങ്കുമില്ലാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2022 അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ CBI സ്വീകരിച്ചിരുന്നത്. വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കാൻ ഇഡി ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്ത്യന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്.